ശ്രീ എ കെ രാജ, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ഏതാണ്ട് 2000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് പി സരിനും സി കൃഷ്ണകുമാറും തമ്മിലുള്ളത്. അവിടെ പക്ഷേ ഇത്തവണ മത്സരിക്കുന്നത് ഒരു സ്വതന്ത്രനാണ്. NMR റസാഖ് പറയുന്ന ഒരു സ്ഥാനാർത്ഥി പെട്ടെന്ന് വരികയാണ്. അവിടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ ആ, നിർത്താൻ കഴിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതൊരു ഡീലിന്റെ ഭാഗമാണ് എന്ന ചോദ്യത്തിന് നാണംകെട്ട പ്രചാരണം എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പറയുന്നത്. പക്ഷേ നോക്കൂ, അങ്ങനെയുള്ള ഡീലുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് അതിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണോ? അല്ല, ഈ ഇടതുപക്ഷം ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തണമോ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമോ പാർട്ടി സ്ഥാനാർത്ഥി നിർത്തണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയാണല്ലോ. അപ്പോൾ അത് ഇടതുപക്ഷ മുന്നണിയാണ് അതിൻ്റെ വിശദീകരണം പറയേണ്ടത്. പിന്നെ ഇപ്പം പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു ഡീൽ ഇപ്പോൾ BJPക്ക് ആവശ്യമുണ്ടോ വെച്ചാൽ BJPക്ക് ഒരു ഡീലും ഇപ്പോൾ ആവശ്യമില്ല. കാരണം BJP ജയിക്കുന്ന പാർട്ടിയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ വേഫർത്തിൻ ആയിട്ടുള്ള ഒരു നഷ്ടത്തിലാണ് സീറ്റുകൾ പാലക്കാട് സീറ്റ് പരാജയപ്പെട്ടത്. അതൊന്നുമല്ല, അപ്പോൾ ഈ വോട്ടുണ്ട്. പറഞ്ഞ മറ്റു പല അത് സീറ്റുകളിലും പി ആ ഒരു സരിനും സാഹചര്യമുണ്ട്. കൃഷ്ണകുമാറും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. 18,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അതിന് മുന്നത്തെ തവണ മെട്രോമാൻ മത്സരിച്ചപ്പോഴോ? അത് 3000. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ അവിടെ വോട്ട് നഷ്ടപ്പെട്ടത് എന്തിന്റെ പേരിലായിരുന്നു? അല്ല, ഈ വോട്ടുകൾ കുറയുകയും കൂടുകയും ചെയ്യുമ്പോഴാണല്ലോ എല്ലാ മുന്നണിയും തോൽക്കുകയും ജയിക്കുകയും ചെയ്തത്. ഇത് BJPക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ UDF LDF മാറി മാറി വരുന്നത്? CPM-ഉം കോൺഗ്രസും തോൽക്കുകയും ജയിക്കുകയും ചെയ്തില്ല ഒരേ മണ്ഡലത്തിൽ തന്നെ. അത് സംഭവിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ 18,000 ആയിരുന്നു, അതിനു മുമ്പേ 3000 ആയിരുന്നു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. 11,000 സാധ്യതയുള്ള വോട്ടിന്റെ മണ്ഡലങ്ങളാണ് കുറവാണ് പറയാൻ ഉണ്ടായത്. പറ്റുക. 11,000 BJPക്ക് വോട്ടിന്റെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏതാണ്ട് മണ്ഡലങ്ങളിൽ 6% ഒന്നാണ്. വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. BJPക്ക് കാലാകാലങ്ങളായി മണ്ഡലങ്ങളിൽ വോട്ട് വർദ്ധിപ്പിച്ചു വരുന്ന പാർട്ടിയാണ് BJP എന്നായിരുന്നല്ലോ ഏറ്റവും വലിയ അവകാശവാദവും ആത്മവിശ്വാസവും ഒക്കെ. ഏറെക്കുറെ അഹങ്കാരവുമായിരുന്നല്ലോ. ഞങ്ങൾ വളരുന്ന പാർട്ടിയാണ് എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് 11,000 വോട്ട് ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേനും കുറഞ്ഞു പോവുകയാണ്. അല്ല, 11,000 വോട്ട് നമ്മൾ കേരളത്തിലെ മൊത്തത്തിലെ വോട്ട് എടുക്കുമ്പോൾ എത്ര ശതമാനം വരും? ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം, ഒരു മണ്ഡലത്തിലെ കാര്യമാണ് പറഞ്ഞത്. അത് വെച്ചിട്ട് 50,000 ഒരു വോട്ട് പാർട്ടിയുടെ ഉണ്ടായിരുന്നത് സംസ്ഥാന 39,000 വോട്ടായി കുറഞ്ഞത്. കേരളത്തിലെ മൊത്തം ശതമാനമല്ലേ? കാര്യമല്ല. മാത് ശതമാനമാണ് എന്നോട് ചോദിച്ചത്. ശതമാനം പാലക്കാട്ട് പറയുന്നത് സംസ്ഥാനത്തെ മൊത്തം വോട്ടിന്റെ കാര്യമാണ്. വോട്ട് കുറഞ്ഞു. ആ മൊത്തം വോട്ടിന്റെ കാര്യത്തിൽ അതേന്നെ ഞാൻ പറയുന്നത്. നമ്മൾ മൊത്തത്തിൽ പറയുന്നത് 6% വോട്ടല്ലേ കുറഞ്ഞത്? 6% വോട്ടാണല്ലോ കുറഞ്ഞത്. 6% ഒക്കെ നിയമസഭാ മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിംഗ് ഉണ്ടാവില്ലേ? ലോക്സഭാ മണ്ഡലത്തിൽ അതിനേക്കാട്ടിലും സ്വിംഗ് ഉണ്ടാവില്ലേ? കാരണം അത്രയും വലിയ കൂടുതൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ വരുന്ന മണ്ഡലങ്ങളിൽ അത് ആ സ്വിംഗ് വരും. തോക്കുകയും ജയിക്കുമ്പോൾ വരും, സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഇലക്ഷനിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ട് വളരെ അനുകൂലമായ സാഹചര്യമായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഒരു ഡീലിന് പോകുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായൊരു തീരുമാനമല്ല. അതുകൊണ്ട് തന്നെ BJP സർക്കിളിൽ എവിടെയും അങ്ങനെ ആലോചിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പം ഇതിപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർ പറഞ്ഞു, CPM-ലെ നേതാക്കന്മാർ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അവർക്കിത് പറയണമല്ലോ. കാരണം അവർക്ക് രണ്ടുപേർക്കുള്ള പ്രശ്നം എന്താണ്? BJP എന്നുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ NDA എന്നുള്ളൊരു മുന്നണി ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ മുൻപേ ഉള്ളൊരു രാഷ്ട്രീയ സാഹചര്യമല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ TVയുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു പുതിയ മുന്നണി ഉണ്ടായി വരികയാണ്. ഇപ്പം BJP എന്ന് പറഞ്ഞൊരു പാർട്ടി മാത്രമല്ല, NDA എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടായി വരികയാണ്. അപ്പോൾ മൂന്നാമതൊരു മുന്നണി വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള മുന്നണികൾക്ക് സ്വാഭാവികമായിട്ടത് പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തെ അവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അത് പറയുന്നത്. അതിനെ നമ്മൾ ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വസ്തുതാപരമായിരിക്കില്ല. അത് നമ്മൾ അവരുടെ വാദത്തിന് ശക്തി കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. അത് ചർച്ച ചെയ്യാൻ നമുക്ക് സ്വാഭാവികം കിട്ടും. കാരണം ജനാധിപത്യ സംവിധാനമാണ്. ആ ഒരു പുതിയ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിലുള്ള ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെരഞ്ഞെടുപ്പുകളും അനുകൂലം തന്നെയാണ്. ഇപ്പൊ പറഞ്ഞാൽ തന്നെ 0.2% കുറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത്. അതിനൊക്കെ ഈ പറഞ്ഞ പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ദേശീയ തലത്തിൽ പാർലമെന്റ് ഇലക്ഷൻ കോൺഗ്രസിനെ അല്ല, ഞാനിത് പറഞ്ഞു കൊടുത്തേക്കാം. എന്തിനാണ് നമ്മൾ ആ ധാരണയിൽ ഇങ്ങനെ വല്ലാതെ വില പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും ശതമാനം വെച്ച് മാത്രമല്ല നമ്മൾ ഇലക്ഷനെ നിരീക്ഷിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ കണക്കില്ലാതെ ബലം പിടിക്കേണ്ട എങ്ങനെ പറയാ? വോട്ട് കുറഞ്ഞതിന്റെ കണക്കിലാണല്ലേ ഡീല് പ്രതിഫലിക്കുക. അത് വളരെ ബേസിക് അല്ലേ?
അങ്ങനെയൊന്നല്ല, അങ്ങനെ അല്ലേ? അങ്ങനെയൊന്നല്ല. അതൊന്നും വോട്ട് അതൊന്നും ഒരു കുറഞ്ഞതിന്റെ ബേസിക്കേ കണക്ക് അല്ല. വെച്ചല്ലേ ഡീൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ അല്ല, പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഞാനിത് മാനദണ്ഡം പറയാം. ഉണ്ടോ അതിന്? അതായത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ വാശിയോടെ ഞാൻ എന്നെ എതിർക്കുന്നില്ല. അങ്ങേക്ക് പറയാനുള്ളത് പറയൂ, ഞാൻ കേൾക്കാം. ഉണ്ടല്ലോ. ഞാൻ കാണുന്ന അങ്ങനെയൊന്നുമല്ല. ഓരോ തെരഞ്ഞെടുപ്പ് ശരി, ഓരോ തെരഞ്ഞെടുപ്പിനും അതിന്റെ സ്വഭാവമുണ്ട്. ഇപ്പം ദേശീയ തലത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ മുൻപൊക്കെ കിട്ടാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? അത് ദേശീയ പാർട്ടിയാണ്. അതിനാണ് ലോക്സഭയിൽ കൂടുതൽ സീറ്റ് നേടിയിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിക്കാൻ സാധിക്കാന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അതേ സാഹചര്യം പ്രാവശ്യം ബി ജെ പി കഴിഞ്ഞ അവിടുത്തെ ഇലക്ഷൻ തൊട്ടുണ്ടായി. കഴിഞ്ഞ തവണ ഇപ്പം തൃശ്ശൂർ ജയിച്ചു എന്നതോടൊപ്പം തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഡീൽ എന്ന് പറയുക, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ട് അടുത്ത തവണ മാറ്റിക്കുത്തി എന്ന തീരുമാനമുണ്ട് എന്ന് വളരെ പ്രകടമായി ഈ പറയുന്ന ശതമാനക്കണക്കിൽ തന്നെ ബോധ്യമാകുമ്പോഴാണ് ഡീൽ എന്ന ആരോപണം ഉണ്ടാകുന്നത്. ലോക്സഭയിൽ ഒരു പാറ്റേൺ, തദ്ദേശത്തിലൊരു പാറ്റേൺ, നിയമസഭയിൽ ഒരു പാറ്റേൺ എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കയ്യിൽ ഉണ്ടായിരുന്ന വോട്ട് വിട്ടുകൊടുക്കുന്നതിനെയാണ് ഡീൽ എന്ന് പറയുന്നത്. അതാണ് ശതമാനക്കണക്കിലും വോട്ടിന്റെ കണക്കിലും പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് വോട്ട് 2% കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഡീലാണെന്ന് നമ്മൾ പറയുന്നത്? ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങളിൽ നമുക്കൊരു വിശ്വാസമില്ലേ? കേരളത്തിലെ വോട്ടർമാരിൽ നമുക്കൊരു വിശ്വാസം, കേരള ജനതയുടെ എല്ലാ വിശ്വാസവും നമുക്ക് നഷ്ടപ്പെട്ടോ? എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വോട്ട് കുറയുകയോ കൂടെ ഇത് ഡീലാണെന്ന് പറയുന്നത്? അടിസ്ഥാനത്തിൽ പാലക്കാട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ UDF-ഉം LDF-ഉം തമ്മിൽ ഡീലുണ്ട് എന്ന് ഞാൻ പറഞ്ഞ മാധവൻ നിഷേധിക്കും. എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്നില്ലേ? അപ്പോ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർമാരെ വിശ്വാസമില്ലേ? ജനാധിപത്യത്തിൽ വിശ്വാസമില്ലേ? മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമേ ജനങ്ങളെ വില കുറച്ച് കാണുന്നുള്ളൂ? അതൊന്നുമല്ല, അതിൻ്റെ ഒന്നല്ല ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഡീൽ എന്ന് പറഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം ഡീലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ മാധവ് അങ്ങനെ പ്രതികരിക്കും? അപ്പൊ എനിക്കത് പറയാവുന്നതാണ്. കാരണം BJP വളരെ ചെറിയ വോട്ടിന് പരാജയപ്പെടുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ സ്വാഭാവികമായിട്ടും പ്രകടമായിട്ട് തന്നെ ആ രീതിയിൽ ഉണ്ടാകുകയും രാഷ്ട്രീയ നേതാക്കന്മാർ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയാണ് മഞ്ചേശ്വരത്ത് ഡീലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണ്? LDF-ഉം UDF-ഉം ഒരുമിച്ച് തീരുമാനിക്കുകയാണ് NDA കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്താൻ. അതിനെ മറികടക്കുക എന്നുള്ള സാധ്യത മാത്രമേ NDAയുടെ മുന്നിലുള്ളൂ. അല്ലാതെ അവർ തമ്മിൽ ഡീലാണ് എന്ന് പറഞ്ഞതുപോലെ മഞ്ചേശ്വരത്തെ വോട്ടർമാരെ വില കുറച്ച് കാണുകയാണോ ചെയ്യുന്നത്? അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഡീൽ അല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡീൽ അല്ല എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഡീൽ അല്ല എന്നാണ്. മഞ്ചേശ്വരത്ത് ഡീലാണ് എന്ന് ഞാൻ പറയുന്നില്ല. നിലപാടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ അവിടെ ഉണ്ടായത് ചതിയും വഞ്ചനയുമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതോ? അത് അദ്ദേഹം പറഞ്ഞതല്ലേ. അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള അദ്ദേഹത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതികരിച്ചതല്ലേ. എന്ത് ഞാൻ എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് അല്ല, അത് അദ്ദേഹത്തോട് ചോദിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ അതിന് മറുപടി പറയാ. ഇപ്പൊ അവിടെ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇതാണ് പ്രശ്നം. നമുക്കൊരു തിയറി ഉണ്ടെങ്കിലേ, നമുക്ക് അടിസ്ഥാനപരമായ ഒരു ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അങ്ങ് പറയൂ, ഞാൻ കേൾക്കാം. ഒരുപാട് ഇടപെട്ടു. ശരിയാണ്, പറയൂ. ഇല്ല, ഡീലുണ്ട് എന്ന് ഞാൻ എവിടെ പറഞ്ഞു? ഡീലുണ്ട് എന്ന് ഞാൻ എവിടെ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഡീൽ ഇല്ല എന്നും BJPക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡീൽ ആവശ്യമില്ല എന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി രൂപീകരിച്ച സാഹചര്യത്തിൽ ആ മുന്നണിയെ ശക്തമാക്കിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ശക്തി തെളിയിക്കുകയുമാണ് വേണ്ടത് എന്നതും ആ പദ്ധതിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന NDAയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നീക്കം നടക്കുന്നില്ല. അത് ഏത് മണ്ഡലത്തിന്റെ കാര്യത്തിലായാലും. എന്തുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതും എനിക്ക് മനസ്സിലായില്ല. കുറേ മണ്ഡലങ്ങൾ രീതിയിലുള്ള ശക്തമായ ത്രികോണ മത്സരം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് പാലക്കാട് മാത്രം പറയുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പാലക്കാടായിട്ട് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമുണ്ട് NDAയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ ജയസാധ്യതയുള്ള പല മണ്ഡലങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ അവിടെയും ഇത് ആരോപിക്കണമല്ലോ. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവമേറിയ വിഷയങ്ങളെ ചർച്ച ചെയ്യാതെ മാറിപ്പോകുന്നതിന് വേണ്ടി കണ്ടെത്തുന്ന ഓരോ വഴികളാണ്. അതിൽ നമ്മൾ തൂങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത് കേരളത്തിന്റെ വികസനം പോലുള്ള പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് സമ്മതിക്കുകയോ ചെയ്യേണ്ടത് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ വക്താവാണ്. ഞാൻ ആ നിലയ്ക്കുള്ള നിലപാടെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരാളല്ല.
ഡിബേറ്റ് വിത്ത് മാധു സജി